എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു മാസ്കറ്റ് ഒരുത്തന്നെ ഒരു മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്തതായിട്ട് കാണിക്കുകയാണ്. ബേക്കിൽ നിൽക്കുന്ന എൽഫ് പറയാണ്, അവസാനം ഡാർക്ക് കിങ് ഡിഫീറ്റ് ആയല്ലോ. എന്നിട്ട് മാസ്കറ്റ് ആളോട് നന്ദി പറയുകയാണ്. നമ്മുടെ ജേർണി വളരെ വലുതും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയതും അല്ലായിരുന്നോ? അതെ, ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് നാൾ കാത്തിരുന്നതാണ്. പെട്ടെന്ന് ആ മാസ്കറ്റ് ആളോ ദേഷ്യത്തില് എൽഫിന്റെ മുഖത്ത് ചവിട്ടി ഓട്ടുന്നു. അതിനുശേഷം നമ്മളെ ഫേരിയ ക്ലോറിക്കൽ ഓൺലൈൻ ഗെയിമിന്റെ എൻഡിങ് കാണിക്കുന്നു. ഇനി നമ്മളെ ഈ കഥയിലെ മെയിൻ ക്യാരക്ടറായ റഗുറോ ഹിസുത്തോമോനെ കാണിക്കുന്നു. അവനാണെങ്കിൽ ആ ഗെയിമെല്ലാം കളിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ അലറുവാണ്. അവസാനം ഞാൻ എന്റെ പ്രതികാരം ചെയ്തു തീർത്തു. ഇനി നമ്മളോട് പറയുകയാണ്, ഈ സമയത്ത് VR ഗെയിംസ് ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഗെയിമുകൾ നിർമ്മിച്ചു. അതിലാണെങ്കിൽ ചില ഗെയിമുകളാണെങ്കിൽ അതിന്റെ ഡിസൈൻ വെച്ചിട്ടും അല്ലെങ്കിൽ അതിന്റെ ഗ്ലിച്ച് എല്ലാം വെച്ചിട്ട് ഫ്ലോപ്പ് ആയി പോകും. ഇങ്ങനെയുള്ള ഗെയിമുകളെ ട്രാഷ് ഗെയിംസ് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ഗെയിമുകൾ ആൾക്കാർക്ക് ഇഷ്ടമൊന്നുമല്ല. പക്ഷെ നമ്മുടെ മെയിൻ ക്യാരക്ടറായ ഇസുത്തോമിക്ക് അങ്ങനത്തെ ഗെയിം കളിക്കാൻ വളരെ ഇഷ്ടമാണ്. ഈ ഇസുത്തോമി പറയാണ്, ഇനി ഞാൻ ഏത് ഗെയിം കളിക്കുക? ഇനി നമ്മളെ ഹിത്തോത്തോമി അവന്റെ സ്കൂളിലോട്ട് പോകാനായി തയ്യാറെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. സ്കൂളിലാണെങ്കിൽ ഹിത്തോത്തോമിക്ക് രാത്രി മൊത്തം ഗെയിം കളിച്ചുകൊണ്ട് ഭയങ്കര ഉറക്കമെല്ലാം വരുന്നുണ്ടായിരുന്നു. ഇനി അവിടെ ഒരു പെണ്ണിനെ കാണിക്കുന്നു. ആ പെണ്ണാണെങ്കിൽ ഹിത്തോത്തോമിയോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഹിത്തോത്തോമി ആ പെണ്ണിന്റെ സൈഡിലോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവള് അങ്ങോട്ടേക്ക് ഓടി ഒന്ന് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവന്റെ കൂട്ടുകാരെല്ലാം വന്നിട്ട് അവിടെ നിൽക്കുന്നു. ഹിത്തോത്തോമി ആണെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ കൂടെ സംസാരിച്ച് ഇങ്ങനെ പോയി. അപ്പൊ പെണ്ണാണെങ്കിൽ അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ ആ പെൺകുട്ടി ഒരു വീഡിയോ ഗെയിമിന്റെ ഷോപ്പിലോട്ട് പോവാണ്. എന്നിട്ട് അവൾ അവിടുത്തെ ഓണറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവളുടെ പേര് പറയുന്നു. അവളുടെ പേരാണ് റേ സൈഗ. ഷോപ്പിൽ വന്നിട്ട് റേ മൊത്തം ചുറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓണർ പറയുന്നു, അവനിങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. ഇതേട്ടപ്പോ റേക്ക് നാണം വന്നുപോയി. ഓണർ പറയാണ്, അവനൊരു എക്സ്ട്രാ സ്പെഷ്യൽ ട്രാഷ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്ട്രാ സ്പെഷ്യൽ? അതെ, എക്സ്ട്രാ സ്പെഷ്യൽ ഫെയർ ക്രോണിക്കൽ ഓൺലൈൻ ഗെയിം. ഇതാണെങ്കിൽ ഒരു ലെജൻഡറി ട്രാഷ് ഗെയിമാണ്. ഈ ഗെയിമിന്റെ എയും അങ്ങനത്തെ ഡിസൈനിങ് എല്ലാ കാര്യത്തിലും ഭയങ്കര ബഗ്ഗെല്ലാം ഉണ്ട്. അങ്ങനത്തെ മോശം ഗെയിമാണ്. ഈ ഗെയിമിന്റെ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഹിത്തോത്തോമി വന്നു. അപ്പൊ റേ അവിടെ നിന്ന് ഒളിച്ചേക്കുവാണ്. ഹിത്തോത്തോമി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ഏതെങ്കിലും ട്രാഷ് ഗെയിം ഉണ്ടോ? അപ്പൊ ഓണർ ചോദിക്കുന്നു, നീ മറ്റേ ആ ഗെയിം തീർത്തോ? ആ, ഞാൻ തീർത്തു. പക്ഷെ അത് നല്ലൊരു ട്രാഷ് ഗെയിം ആയിരുന്നു. കേട്ടതിൽ സന്തോഷമുണ്ട്. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം റേ ഒളിഞ്ഞിരുന്ന് കേൾക്കുവാണ്. റേക്കാണെങ്കിൽ മുമ്പോട്ട് ഒന്ന് സംസാരിക്കാൻ ഒരു ധൈര്യവും ഇല്ല. ഹിത്തോത്തോമി പറയുകയാണ്, ഏറ്റവും പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ ഫീമെയിൽ ലേഡിയാണ്. അതെല്ലായിടത്തും വന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവൾ ഓരോരോ ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് വരും. എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവൾ എൻ്റെ കൂടെ വരുവില്ല. പിന്നെ അവളുടെ മൂടൊന്ന് ശരിയാക്കാൻ വേണ്ടി എനിക്ക് 3 മണിക്കൂറോളം ആ ഗെയിം കളിക്കേണ്ടി വരും. അവളെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എന്നിട്ട് അവൻ ചിരിച്ചോണ്ട് പറയാണ്, ഗെയിമിന്റെ അവസാനം ഞാൻ അവളെ നല്ലോണം ഒന്ന് അടിച്ച് വരുത്താൻ പറ്റി. അതുകൊണ്ട് എനിക്ക് എല്ലാ സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു ട്രാഷ് ഗെയിം കളിച്ചതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓണർ പറയാണ്, നീ ഒരു ട്രാഷ് ഗെയിമിന് പകരം ഒരു നല്ല ഗെയിമൊക്കെ കളിച്ചു നോക്ക്. ഹിത്തോത്തോമി പറയാണ്, നല്ല ഗെയിമോ? എന്നിട്ട് ഓണർ അവന് ഷക്രീര ഫ്രണ്ടിയറിനെ പറ്റി പറഞ്ഞു കൊടുക്കുവാണ്. ഈ ഗെയിം ആണെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഈ ഗെയിം ഒരു 3 കോടിയിലധികം ആൾക്കാർ കളിക്കുന്നുണ്ട്. ഹിസോത്തോമി പറയാണ്, ഓപ്പോസിറ്റ് ഓഫ് ട്രാഷ് ഗെയിം, വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിം. അടുത്ത സീൻ ഹിസോത്തോമി അവന്റെ റൂമിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്നിട്ട് അവൻ പറയുന്നു, ഷക്രീല ഫ്രണ്ടിയർ ഇതൊരു നല്ല ഗെയിമാണ്. 1 വർഷത്തിനുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോഗിൻ ചെയ്തതിന് ഒരു ഗിന്നസ് റെക്കോർഡ് വരെ നേടിയിട്ടുണ്ട്. എന്നിട്ട് അവൻ അവന്റെ ടാബ്ലറ്റ് ഗെയിമിനെ പറ്റി നോക്കുന്നു. എന്നിട്ട് ഒരു ചിപ്പ് ഇൻസേർട്ട് ചെയ്യുവാണ്. എന്നിട്ട് അവന്റെ ഹെഡ്സെറ്റ് ഇട്ടിട്ട് പറയാണ്, ഇങ്ങനത്തെ ഒരു നല്ല ഗെയിമൊക്കെ കളിച്ചിട്ട് ഞാൻ എത്ര കൊല്ലമായി. എന്നിട്ട് അവൻ ലോഗിൻ ചെയ്യാണ്. ഗെയിമിന്റെ ഉള്ളിൽ ഒരുപാട് ഓപ്ഷൻ എല്ലാം കണ്ടിട്ട് അവന് ഭയങ്കര സന്തോഷം വരുന്നു. 2 ബ്ലേഡുള്ള ഒരാളെയാണ് ഇവൻ സെലക്ട് ചെയ്തത്. അവന്റെ തലയിൽ ഒരു പക്ഷീന്റെ മാസ്കും ഒരു ട്രൗസറുമാണ് ഇട്ടേക്കുന്നത്. ഇവൻ തുടക്കത്തിൽ അവന്റെ എല്ലാ സാധനങ്ങളും വിറ്റിട്ട് ഗെയിം മണി ഉണ്ടാക്കും. എന്നിട്ട് ഒരു പവർഫുൾ വെപ്പൺ മേടിക്കും. ഇവൻ ഈ ക്യാരക്ടർ എന്തിനാ എടുത്തതെന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര ലെക്കായിരിക്കും. എന്നിട്ട് ഇതിന്റെ പേര് സൺട്രാക്കു എന്ന് വെക്കുവാണ്. ഞാൻ മെയിൻ ക്യാരക്ടറിനെ സൺട്രാക്കു എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇനി അവൻ ഗെയിം കളിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. തുടക്കത്തിൽ ഓരോന്നും ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ അവൻ അതെല്ലാം സ്കിപ്പ് ചെയ്ത് കളയുവാണ്. ഗെയിമിന്റെ കൺട്രോൾ എല്ലാം അവന് ഭയങ്കര ഇഷ്ടപ്പെടുവാണ്. കാരണം അതൊരു റിയൽ ലൈഫുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ള പോലെ ആണ് ഉള്ളത്. അവൻ പെട്ടെന്ന് തന്നെ ഒരു മരത്തിന്റെ വരെ കയറുവാണ്. എന്നിട്ട് അവിടുത്തെ വേൾഡ് മൊത്തം നോക്കുന്നു. സൺട്രാക്കു മാപ്പ് പറഞ്ഞിട്ട് ചിന്തിക്കുവാണ്, ഈ ഗെയിമിൽ എന്താ ട്യൂട്ടോറിയൽ ഒന്നും ഇല്ലേ? ഇനി നരേറ്റർ വ്യൂവേഴ്സിനോട് പറയുകയാണ്, സൺട്രാക്കുവിന് അറിയില്ല, വാണ്ടറിനെ സെലക്ട് ചെയ്യുന്നവർക്ക് ബിഗിനർ ഏരിയയിലെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും വരേണ്ടി വരും. ഇനി സൺട്രാക്കു അവന്റെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ അടുത്തൊരു ടൗൺ ഉണ്ടായിരുന്നു. അതിനുശേഷം അവൻ ആ ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്യുവാണ്. അവൻ മരത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങുവാണ്. അവന് ഗെയിം കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. മുമ്പോട്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് അവൻ അവന്റെ HP, സ്റ്റാമിന, ഹെൽത്ത് എല്ലാം നോക്കുവാണ്. അവന്റെ ഡിഫൻസ് വളരെ കുറവാണ്. കാരണം അവന്റെ ആർമറി എല്ലാം അവനെ ഉപേക്ഷിച്ചായിരുന്നല്ലോ. എന്നിട്ട് അവൻ പറയുന്നു, നോക്കാം ഈ സ്റ്റാറ്റ്സ് എന്നെ എവിടം വരെ കൊണ്ടുപോകുന്നു. പെട്ടെന്ന് ഒരു ഗോബ്ലിൻ സൺട്രാക്കുവിന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. സൺട്രാക്കു ഡോജ് ചെയ്യുന്നു. ഇതെന്താ, ഗെയിം തുടങ്ങിയ ഉടനെ എന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവന്റെ 2 സോർട്സ് എടുക്കുവാണ്. അതിനുശേഷം അവൻ അവന്റെ വെപ്പൺ ഉപയോഗിച്ചിട്ട് ആ ഗോബ്ലിനെ 2ആയി മുറിച്ച് കളയുന്നു. ഇതെന്താ ഒറ്റ വെട്ടിന്
ഗെയിമിൽ തന്നെ ആ ഡിഫീറ്റ് ആയി പോയോ? അവനെ ഡിഫീറ്റ് ആക്കിയതിന് ശേഷം സൺറാക്കുവിന്റെ ഒരു ലെവൽ അപ്പ് ആവുകയാണ്. എന്നിട്ട് അവൻ ആ ഗോബ്ലിന്റെ വെപ്പൺ എടുത്തിട്ട് നോക്കുവാണ്. ഇതിന്റെ ഡ്യൂറബിലിറ്റി ആണ് ഇപ്പോഴേ കുറഞ്ഞിരിക്കുന്നു. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പുല്ലിന്റെ ഇടയ്ക്ക് നല്ല സൗണ്ട് വരുന്നു. എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുണ്ട്. ഒരു ട്രാഷ് ഗെയിമാണോ അല്ലെങ്കിൽ ഗോൾഡ് ലെവൽ ഗെയിമാണോ, ഏത് ഗെയിമാണെങ്കിലും അതിന്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ അതൊരു രസമാണ്. ഈ ഗെയിം കളിക്കുന്ന രസം റിയൽ വേൾഡിൽ ഒരിക്കലും ഉണ്ടാവില്ല. എന്നാ ശരി, പോയി എൻജോയ് ചെയ്യാം. പെട്ടെന്ന് ഒരു റാബിറ്റ് അവന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. സൺറാക്കു അത് ഡോജ് ചെയ്യുന്നു. എന്നിട്ട് ആ റാബിറ്റ് ഒരു മരത്തിന്റെ മേലെ തട്ടുവാണ്. എന്നിട്ട് ആ മരമാണെങ്കിൽ പൊട്ടി താഴോട്ടേക്ക് വീഴുന്നു. അതിന്റെ അറ്റാക്കിന്റെ ഇമ്പാക്ട് കണ്ടിട്ട് സൺറാക്കു ഞെട്ടിപ്പോവാണ്. ഇവന്റെ ഒരു അറ്റാക്ക് കിട്ടിയാൽ ഞാൻ ഡിഫീറ്റ് ആയി പോകും. പെട്ടെന്ന് സൺറാക്കു അവന്റെ വെപ്പൺ ഉപയോഗിച്ച് ഡോജ് ചെയ്യുന്നു. എന്നിട്ട് ആ റാബിറ്റിനെ ക്രിട്ടിക്കലി ഹിറ്റ് ചെയ്യുകയാണ് സൺറാക്കു. എന്നിട്ട് അവന്റെ ഒരു ബ്ലേഡ് വെച്ചിട്ട് അതിനെ ഡോജ് ചെയ്യുകയും പിന്നെ മറ്റൊരു ബ്ലേഡ് വെച്ച് അതിനെ ഡിഫീറ്റ് ചെയ്യുകയാണ്. ആ റാബിറ്റിനെ തോപ്പിച്ചുകൊണ്ട് അവന് ഒരുപാട് EXP കിട്ടുന്നു. അതുകൊണ്ട് അവന്റെ ലെവൽ 2ൽ നിന്ന് 4 ആയി. എനിക്ക് ആ റാബിറ്റിന്റെ വെപ്പൺ വേണമായിരുന്നു, അതൊന്നും ഇപ്പൊ കാണാത്തെ. പെട്ടെന്ന് അവന്റെ മുമ്പിൽ എഴുതി കാണിക്കുകയാണ്, കണ്ടീഷൻ അച്ചീവ്ഡ്, ന്യൂ സ്കിൽ അച്ചീവ്ഡ്, ഫ്ലാഷ് കൗണ്ടർ. ഓ, അപ്പൊ എനിക്ക് പുതിയ സ്കില്ലെല്ലാം പഠിക്കാൻ വേണ്ടി പറ്റുമല്ലേ? അപ്പൊ ഈ ഗെയിമിൽ ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലുള്ള ഫൈറ്റ് സ്കില്ലായിരിക്കും. വ്യത്യസ്ത തരത്തിലുള്ള ഫൈറ്റ് സ്കില്ല് ഉപയോഗിക്കാൻ നല്ല രസമായിരിക്കും. ഞാൻ ഈ ഗെയിം ഒരു ബഗ്ഗും ഇല്ലാണ്ടാണ് ഇത്ര നേരം കളിച്ചുകൊണ്ടിരുന്നത്. അവൻ ചിന്തിക്കാണ്ട് എത്ര ബഗ്സ് ആണ് ഓരോ ട്രാഷ് ഗെയിമിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ ഗെയിം കളിക്കുമ്പോൾ ഭയങ്കര രസവും ഉണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ബഗ് ഇല്ലാത്ത ഗെയിമെല്ലാം കളിക്കുമെന്ന്. ശരിക്കും ഈ ഗെയിം കളിക്കുമ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നാ ശരി, ഞാൻ ആ റാബിറ്റിന്റെ വെപ്പൺ നേടാണ്ട് തിരിച്ചു വരൂല. എന്നിട്ട് അവൻ നിലവിളിച്ചോണ്ട് ഓടുകയാണ്, ഏയ് റാബിറ്റ്. എന്നിട്ട് അവൻ ഓരോരോ മോൺസ്റ്ററിനെ കൊന്ന് അവന് പുതിയ സ്കില്ലെല്ലാം കിട്ടി. ഇപ്പൊ അവന്റെ ലെവൽ 12ൽ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവന്റെ സ്റ്റാറ്റസ് പോയിന്റ് വെച്ചിട്ട് അവന്റെ സ്റ്റാമിനയും ലെക്കും വളരെ കൂട്ടുവാണ്. എനിക്ക് തോന്നുന്നു റാബിറ്റിന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ കത്തി കിട്ടാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? എത്ര കഷ്ടപ്പെട്ടിട്ട് ഈ വെപ്പണം കിട്ടിയെന്നറിയോ? സൺറാക്കു ഗെയിം കളിച്ച് ഏകദേശം 2.5 മണിക്കൂർ ആകാറായി. സൺറാക്കു ആ പുതിയ വെപ്പന്റെ സ്റ്റാറ്റ്സ് നോക്കുവാണ്. അതാണെങ്കിൽ അവന്റെ കയ്യിലുള്ള വെപ്പണെക്കാട്ടും വളരെ നല്ലതാണ്. എന്നിട്ട് അവൻ ആ വെപ്പൺ അവന്റെ ഇൻവെന്ററിയിൽ ഇടുന്നു. ഇനി എന്തായാലും ഈ വീക്കായിട്ടുള്ള മോൺസ്റ്ററിനെ ഒന്നും കൊന്നിട്ട് എന്റെ ലെവലപ്പ് ഒന്നും ആകാൻ വേണ്ടി പോകില്ല. എന്നിട്ട് അവൻ അവന്റെ മാപ്പ് എല്ലാം തുറക്കുവാണ്. ഞാനിപ്പോ അടുത്ത ടൗണിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അടുത്ത വില്ലേജിലോട്ട് പോകണമെങ്കിൽ അവനൊരു ബ്രിഡ്ജ് കടക്കേണ്ടി വരും. സൺറാക്കു ബ്രിഡ്ജ് കടക്കാൻ വേണ്ടി നോക്കുമ്പോൾ ബ്രിഡ്ജിന്റെ മുമ്പിൽ ഒരു പാമ്പ് വന്ന് നിൽക്കുന്നു. അതിന്റെ പേരാണ് റിവെന്യസ് പൈത്തൺ എന്നാണ്. സൺറാക്കു പറയാണ്, അവസാനം വളരെ നല്ലൊരു മാച്ച് വന്നിരിക്കുന്നു. സൺറാക്കു ആ പാമ്പിന്റെ നേരെ അറ്റാക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.